നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പി.വി. അൻവറുമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. പി.വി. അൻവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്? പി.വി. അൻവർ എന്തുകൊണ്ടാണ് LDF നിന്ന് വിടാനൊരുങ്ങുന്നത്? CPM-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പി.വി. അൻവറിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാനസാന്തരങ്ങൾ സംഭവിച്ചത് എന്നൊക്കെ കേരള സമൂഹം അപ്പാടെ ചോദിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അതിനൊക്കെ വലിയ കാരണങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പി.വി. അൻവർ ഈ പാർട്ടിയുമായി അകലുന്നതിനോ CPM-മായി അകന്നു കഴിയുന്നതിനോ ഒക്കെ ശ്രമിക്കുമ്പോഴും മറ്റെവിടെയെങ്കിലും അടുപ്പം കൂടുന്നുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. മറ്റെവിടെ നിന്നെങ്കിലും പി.വി. അൻവറിനെ സഹായിക്കുവാനുള്ള ഹസ്തങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അത്തരത്തിലുള്ള കൈകൾ, ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മുസ്ലിം ലീഗാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും പി.വി. അൻവറിനെ വെറുതെ അങ്ങനെ ഒഴിവാക്കുവാനുള്ള ഒരു ശ്രമമൊന്നും നടത്തില്ല. കാരണം പി.വി. അൻവർ പൊട്ടിച്ച വെടികളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നെഞ്ചിലിട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാർട്ടിയെയും സർക്കാരിനെയും പിണറായി വിജയനെ അടക്കം അപമതിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും അപഹാസ്യങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചു വരുന്ന അൻവറിനെ ഒരിക്കലും തഴയാൻ UDF-ഓ കോൺഗ്രസ്സോ കഴിയില്ല, അല്ലെങ്കിൽ നടത്തില്ല അത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്ന് തന്നെ പറയാം. കാരണം ഒന്നുകിൽ അവർ കോൺഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്ക് പി.വി. അൻവറിനെ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ തന്നെ പി.വി. അൻവറിനെ UDF-ഉം കോൺഗ്രസും പൂർണ്ണമായിട്ടും കൈവിടുമോ എന്ന് ചോദിച്ചാൽ കൈവിടില്ല. കാരണം മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ട് നിർത്തി ഇടതുബന്ധം ഉപേക്ഷിച്ച പി.വി. അൻവറിനെ നിരുത്സാഹപ്പെടുത്താതെ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇപ്പോൾ ഈ UDF നേതൃത്വം, ആ നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം പോലും. കോൺഗ്രസിലെ പ്രബല വിഭാഗം അൻവറിനൊപ്പമാണ്. അൻവറിനെ കോൺഗ്രസ്സിൽ തിരിച്ചെത്തിക്കണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ അൻവർ വേണ്ടെന്ന നിലപാടുള്ളവർ പോലും ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണത് നടക്കാതിരിക്കുന്നത്. മുസ്ലിം ലീഗിലെ പ്രധാന നേതാക്കളും വളരെ ആശയക്കുഴപ്പത്തിലാണ്. ഇതെല്ലാം മാറുമ്പോൾ അൻവറിൻ്റെ കാര്യത്തിൽ UDF അന്തിമ തീരുമാനമെടുക്കും. കാരണം മുന്നണിയിലെ ബാക്കി പാർട്ടികളൊന്നും അൻവറിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയുന്നവരല്ല. കാരണം മുസ്ലിം ലീഗിനും കോൺഗ്രസിനും മാത്രമായിരിക്കും അത്തരത്തിലൊരു അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവുക എന്നുള്ളത്. അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ചർച്ച ചെയ്യാൻ അതിന് സമയമായില്ല എന്ന് ഓൺലൈനായി ചേർന്ന നേതൃയോഗം വിലയിരുത്തുകയുണ്ടായി. 5 വിഷയങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ സമരം ശക്തമാക്കാനാണ് UDF അവരുടെ നേതൃയോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നില്ല UDF-ൻ്റെ യോഗമെങ്കിലും, പക്ഷേ അതും ചർച്ചയായി എന്നുള്ളതാണ്. അൻവർ ഇടതുബന്ധം ഉപേക്ഷിച്ചെങ്കിലും UDF-ലേക്ക് സ്വാഗതം ചെയ്യില്ല. അൻവർ ആരോപിക്കുന്നതെല്ലാം കാരണം പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചതാണ് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധനാ പ്രസ്താവന കോൺഗ്രസിന് ഇപ്പോഴൊക്കെ തലവേദനയായിട്ട് നിൽക്കുമ്പോഴും അൻവർ ചെറിയ തിരുത്തലുകളൊക്കെ പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ മാപ്പ് പറഞ്ഞാലേ അൻവറുമായി സഹകരിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ഒരു പൊതുവികാരം. അതുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘം, ADGP RSS കൂടിക്കാഴ്ച, തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരത്തിൻ്റെ കലക്കൽ, BJP CPM അവിശുദ്ധ കൂട്ടക്കെട്ട്, കൂടാതെ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ എന്നീ 5 വിഷയങ്ങൾ ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമരം ശക്തമാക്കുക എന്നതാണ് ഇപ്പോൾ UDF-ൻ്റെ തീരുമാനം. സമരത്തെക്കുറിച്ചൊക്കെ VD സതീശൻ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. ഇതിനൊപ്പമാണ് അൻവറിനോടുള്ള UDF നിലപാട് തെളിയുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ MM ഹസനും PK കുഞ്ഞാലിക്കുട്ടിയും തനിക്കെതിരാണ് എന്നുള്ള തലത്തിൽ അൻവർ പ്രതികരിക്കുന്നു, പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു. ഇതെല്ലാം UDF-നെയും പലതരത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. CPM-ൻ്റെ സകല ചങ്ങലക്കെട്ടുകളും തകർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പാർട്ടി നേതൃത്വത്തിൻ്റെ നേരെയും ഒക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പി.വി. അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പക്ഷേ UDF-ന് അനുകൂലമാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുജിത് ദാസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കാലയളവിൽ ADGP-യുടെ നിർദ്ദേശത്തോടു കൂടി പിടികൂടിയ 188 സ്വർണ്ണക്കടത്ത് കേസുകൾ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുള്ള വെല്ലുവിളി കൂടി അൻവർ മുന്നോട്ട് വെക്കുകയാണ്. തയ്യാറാണോ മുഖ്യമന്ത്രി? സ്വർണ്ണക്കടത്തിലെ പോലീസിൻ്റെ കള്ളക്കളി വെളിപ്പെടുത്തുവാൻ 2 വീഡിയോകൾ കൂടി അദ്ദേഹം പ്രദർശിപ്പിച്ചു. തൃശ്ശൂർ പൂരം ADGP MR രാജകുമാർ കലക്കിയത് കേന്ദ്രത്തിലെ BJP-യെ കൊണ്ട് ആവശ്യമുള്ളവർ നിർദ്ദേശിപ്പിച്ചത് കൊണ്ടാണ് എന്നുകൂടി പറയാതിരിക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. അത്തരത്തിലൊരു ആരോപണം കൂടി ഇട്ട് പൊട്ടിച്ചു അൻവർ. മുഹമ്മദ് റിയാസിനെ വളർത്താനല്ല പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നും കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നിസ്സഹായനാണ് എന്നും പി.വി. അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയും
ADGP അജിത് കുമാറും ഉൾപ്പെട്ട കൂട്ടുകെട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കിടയിലുള്ളവർക്ക് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നും അതാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുക്കാൻ ലീഗും കോൺഗ്രസും ഒന്നും തയ്യാറാകാത്തതെന്നുകൂടി അൻവർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരേ സമയം CPM-നെയും അതേസമയം ലീഗിനെയും കോൺഗ്രസിനെയും കുത്തുവാൻ കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇരുതല മൂർച്ചയുള്ള വാളായി മാറ്റുന്ന തരത്തിലുള്ള അൻവറിൻ്റെ വാക്കുകൾ. അപ്പോൾ അതുകൊണ്ട് ഒരേ സമയം കോൺഗ്രസിനെയും ഒപ്പം ലീഗിനെയും ഒപ്പം തന്നെ CPM-നെയും കുത്തുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, CPM-ൽ നിന്ന് പുറത്താകുവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ് അൻവറിന്. ലീഗും കോൺഗ്രസും വാതായനങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞു അൻവറിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി.